ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാൽപ്പായസം റെസിപ്പിയുമായിട്ടാണ്. പപ്പടം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പാൽപ്പായസം ഇന്ന് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ കയറി വന്നാൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 12 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് പൊടിഞ്ഞു പോയി കേട്ടോ. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടിരുന്ന പപ്പടമാണ്, ഇപ്പം നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിത് കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടൂടെ കൊടുക്കുന്നുണ്ട്. കത്രികയും കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ പൊടിഞ്ഞ് കുഞ്ഞു പീസുകളായിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ തീരെ പൊടിഞ്ഞ പീസുകളാക്കണ്ട, ഒരുമാതിരി വലിപ്പത്തിൽ വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഞാനിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം സോഫ്റ്റായിട്ടിരിക്കുന്ന പപ്പടമാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മുറിക്കുകയോ അല്ലെങ്കിൽ കത്രിക കൊണ്ട് മുറിച്ചിട്ട് കൊടുക്കുകയോ ചെയ്താൽ മതിയാവും. ഇത് പപ്പടമെല്ലാം നന്നായിട്ട് ഞാൻ ഇതുപോലൊരു വലിപ്പത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഉപ്പ് രസം ഉണ്ടല്ലോ, നല്ല ഉപ്പുണ്ടാവും പപ്പടത്തിന്. ആ ഉപ്പ് രസം എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പപ്പടം ആ വെള്ളമെല്ലാം നന്നായിട്ട് അതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെക്കാം. വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടണം കേട്ടോ. അതിനായിട്ട് ഞാൻ അരിപ്പയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഉപ്പിൻ്റെ ആ ഉപ്പൊക്കെ പപ്പടത്തിൽ നന്നായിട്ട് പോയി കിട്ടും. ഇത് പപ്പടമെല്ലാം ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ മാർന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. ഇപ്പം ഞാൻ 12 പപ്പടം എടുത്തതുകൊണ്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയേ. 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, പടി പിടിക്കാതിരുന്നോളൂ. ഒരുമാതിരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കാനായിട്ട് വരുന്ന ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.25 തവി അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പഞ്ചസാര മൊത്തം ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ, അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പപ്പടം ഞാൻ മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാൽപ്പായസം റെസിപ്പിയാണ്. ഇതെല്ലാം പപ്പടമെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പാൽപ്പായസം ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നല്ല മണം കിട്ടാനായിട്ടും ടേസ്റ്റ് കിട്ടാനായിട്ടും കൂടിയാണ് നമ്മൾ ആ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടിയുടെ ഇതിനകത്തോട്ടൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇപ്പം നമ്മുടെ പാൽപ്പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് നെയ്ക്കകത്ത് കാഷ്നട്ടും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പപ്പടം പാൽപ്പായസത്തിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പപ്പടം പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പടം പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.